മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരിൽ സ്നേഹം തുളുമ്പിടുന്ന നാഥ കനിഞ്ഞു നവ്യജീവൻ ചൊരിഞ്ഞിടേണമേ. മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരിൽ സ്നേഹം തുളുമ്പിടുന്ന നാഥ കനിഞ്ഞു നവ്യജീവൻ ചൊരിഞ്ഞിടേണമേ.
അവരുടെ മുകളിലെ പൂജാതികളെ ആടുകളെ ദൈവം അവകാശപ്പെടുത്തി കൊടുത്തിട്ടുള്ള ദേശത്തിലേക്ക് നമ്മുടെ പിതാക്കന്മാരായ യോശുവയെയും അവന്റെ കൂടകളെയും ആ കൂടാരം കൂട്ടിക്കൊണ്ടുവരികയും അതേ ദാവീദിന്റെ കാലം വരെ നിലനിൽക്കുകയും ചെയ്തു. ദൈവസമക്ഷത്തിൽ നിന്ന് കൃപ ലഭിച്ച ദാവീദ് യാക്കോബിന്റെ ദൈവത്തിന്റെ ഒരു കൂടാരം ഉണ്ടാക്കി കാണുവാൻ ആഗ്രഹിച്ചു. ശലോമോൻ അവനായി ഒരു പുറപ്പെടുന്നു. ആകാശം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാർപ്പിടവുമായിരിക്കെ നിങ്ങളെ ഇങ്ങനെ പണിയുന്ന ഭവൻ ഏതാണ്? അല്ലെങ്കിൽ എന്റെ വിശ്വസ്ഥാനം ചെയ്ത് എന്നും ഇവയെല്ലാം എന്റെ കൈകളെ ഉണ്ടാക്കിയതെന്നും കർത്താവെ പറയുന്നു എന്ന് ദീർഘദർശിപ്രകാരം അതിന്റെ കൈകളെ അതിൽ വസ്തുക്കളും കഠിന്മാരും കഠിനാകൃതികളുമായും ശരിക്കും പരിശീലന നടത്തുവാനുള്ളവരുമായ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവോടെ മറന്നു നിൽക്കുന്നു. നിങ്ങൾ ലഭിച്ച് കൊന്നവനായ പുണ്യവാന്റെ വരവിനെ കുറിച്ച് മുമ്പ് കൂടി അറിയിച്ചവരായ പ്രവാചകന്മാരിൽ ആരെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ കൊല്ലാതെയോ പീഡിപ്പിക്കാതെ എന്നുള്ളത്? മാലാഖമാരുടെ കൽപ്പനയാൽ നിങ്ങൾ പ്രമാണം കൈക്കൊണ്ടു. എന്നാൽ അതിനെ നിങ്ങൾ ആചരിച്ചില്ല. അമീൻ ഹബീബായി പറയുന്നു. കൂടാരമാകട്ടെ മഹാവിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ സ്വർണ്ണധൂപസ്ഥാനവും മുഴുവൻ സ്വർണ്ണം പൊതിഞ്ഞ നിയമപ്പെട്ടവും ഉണ്ടായിരുന്നു. അതിനകത്ത് മണ്ണായിട്ട് വെച്ചിരുന്ന പൊൻപാത്രവും അഹ്റോന്റെ തണുത്ത വടിയും നിയമപ്പലകയും ഉണ്ടായിരുന്നു. അതിന്മേൽ കൃപാസനത്തിന് നിഴൽ കൊടുക്കുന്നവരും തേജസ്വികളുമായ കെരൂബുകളും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടിരുന്ന ഓരോന്നിനെ കുറിച്ചും പറയാൻ സമയമില്ല. പുറത്തെ കൂടാരത്തിൽ സദാ പുരോഹിതന്മാർ പ്രവേശിച്ച് അവരുടെ ശുശ്രൂഷ നടത്തി വന്നു. അതിനകത്തുള്ള കൂടാരത്തിൽ ആണ്ടിലൊരിക്കൽ പ്രധാന പുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടിയും ജനങ്ങളുടെ അപരാധത്തിന് വേണ്ടിയും അർപ്പിക്കേണ്ട രക്തത്തോടുകൂടി പ്രവേശിച്ചിരുന്നു. ഇതുകൊണ്ട് ആദ്യ കൂടാരം നിലനിർത്തോളം കാലം വിശുദ്ധന്മാരുടെ മാർഗം വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് അറിയിച്ചുകൊണ്ടിരുന്നു. കാഴ്ചകളും ബലികളും അർപ്പിച്ചുകൊണ്ടിരുന്ന കാലത്തിന് ഇതൊരു ദൃഷ്ടാന്തമായിരുന്നു. അർപ്പിച്ചുകൊണ്ടിരുന്നവന്റെ മനസാക്ഷിയെ പോലും പൂർണ്ണമാക്കുവാൻ ആ കാഴ്ചകൾക്കും ബലികൾക്കും സാധിച്ചിരുന്നില്ല. ജഡീകൽപ്പനകളായ ഭക്ഷണം, പാനങ്ങളും വിവിധ സ്ഥാനങ്ങളിൽ ഇവയിൽ മാത്രം ഇവ പരിശോധിക്കുന്ന കാലം വരെ നിയമിക്കപ്പെട്ടിരുന്നു. എന്നാൽ മശിയ വന്നിട്ട് ചെയ്യപ്പെട്ട നന്മകൾക്ക് മഹാപുരോഹിതനായി തീർന്ന് കൈവേലയില്ലാത്തതും ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താത്തതുമായി വലിയതും പൂർണ്ണവുമായ കൂടാരത്തിൽ കടന്ന് കോലാടുകളെയോ കാളക്കിടാവുകളെയോ രക്തത്തോടു കൂടിയല്ലാതെ സ്വന്തം രക്തത്തോടു കൂടി തന്നെ ഒരു പ്രാവശ്യം വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയും നിത്യനിശ്ചയം നേടുകയും ചെയ്തു. Hallelujah.
Amen.
ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരനെ പ്രാർത്ഥന ഏറ്റുവീഴണം. കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏകദൈവത്തിൽ ദൈവത്തിന്റെ ഏകപുത്രനും സകലവും പിതാവിൽ നിന്ന് ജനിച്ചവരും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനുടെ സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷിക്കേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നൽകി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ ശരീരത്തിരുന്ന് മനുഷ്യനായി പന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവനും സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും ന്യായം വിധിക്കുവാൻ തന്റെ വലിയ മഹത്വത്തോടെയും വരുവാനിരിക്കുന്നവരും തന്റെ രാജ്യത്തെ അവസാനമില്ലാത്തവരുമായ യേശുമിശിഹായ കർത്താവിനും കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും സ്തുതിക്കപ്പെടുന്നവരും നിത്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂപായും കാതോലികവും ശ്രൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും മാമോദനത്തിന്റെ മാമോദീസ ഒന്ന് മാത്രമാകുമ്പോൾ നിങ്ങൾ പറഞ്ഞ് മരിച്ചുപോയവരുടെ ഈർപ്പിലും വരുവാൻ ഈ ലോകത്തിലെ പുതിയ ജീവനുമായ നോക്കി പാർക്കുന്നു. ആമേൻ.
Thank you.
കരുതോടും ഭയത്തോടും പ്രാർത്ഥിക്കുകയും
പുണ്യപ്പെട്ടവയും വശങ്ങളുമായ ദൈവത്തെ തിരിച്ചറിവാൻ ഞങ്ങളെ പിതാക്കന്മാരെയും ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്രീകായും സ്വതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലേമീസും ദിവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോരിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഫീലക്സീനോസും അന്തീമോസും യുവാനിയോസും ദൈവമായ വചനം ശരീരമായി തീർന്നത് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവരും ഗൗരവമായ പ്രസിദ്ധനായ മോർഗോറിയോസും സൂര്യാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവനെയും ഇതിലേക്കുള്ള വായു തോളം നൽകാനും പുഷ്പങ്ങൾ കൊണ്ടുവന്ന മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവിനെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചതുമായ ഞങ്ങളുടെ സത്യവിശ്വാസം സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധമായ ഞങ്ങളുടെ യാക്കോബും മാനപ്രേമമാരാകും മോർഷാകുമാർമാരായും ദുരിതന്മാരിൽ തലവനായ മോർഗസമോയും മോർസമാകുസ്തരായും തിരഞ്ഞെടുക്കപ്പെട്ട മാർബഹായും മോറിഗ്നാത്യോസ് എലിയാസറിയൻ പകർത്തീസും മോർഗസേലിയോസ് എന്തോ മഫ്രിയാനായും മലകരിലെ മോർ ഗ്രിഗോറിയോസും ദൈവമായും ശ്രീപാമാർസ്വായും മോർത്താനാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവടും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കീർത്തിച്ചവരായി ഇവരുടെയും മുമ്പും ഇവരോട് കൂടെയും ഇവരുടെ പിമ്പുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസം മുൻകൂടി ഈ പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോട് സത്യവിശ്വാസത്തോട് കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അരുക്കുകളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുവരാൻ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ സ്നേഹങ്ങൾ മൂലം കടകളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം നാട്ടിച്ച് പറയണം. Yeah.
Para
ശരണത്താലെ നിന്നുവേ
വീണ്ടും കരുണവാനായ കർത്താവിനും നാം പ്രവചിക്കണം. Why
കട്ടുകളും ദുഃഖവും പറഞ്ഞ ജീവിതത്തിൽ
അമ്മയുടെ അമ്മ ദേവാലയത്തിൽ പോയി ഒട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. കണ്ണനോട് പ്രാർത്ഥിച്ചു. പറഞ്ഞുകൊണ്ടിരുന്ന നിർത്തുമ്പോൾ ആ പുരോഹിതൻ പറഞ്ഞു, എന്റെ ആ കള്ളനും എന്റെ മനസ്സിലെ ആ അതൊക്കെ ഇറങ്ങി പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് ഞാൻ അങ്ങനെയുള്ളവരല്ല, ഞാൻ ദുഃഖവും അനുഭവിക്കുന്നവർ ശരിയാണ്, എനിക്ക് മക്കളില്ല, അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കാതെ ദേവാലയത്തിൽ പറയുന്നു. ആ പുരോഹിതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, എനിക്കൊരു ബുദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഒരു ബുദ്ധി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെ ദേവാലയത്തിൽ കൊണ്ട് കൊടുക്കുകയും അവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ആ പൈതനെ ആക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ദേവാലയത്തിൽ വളർന്നു വന്ന ഒരു പെൺകുട്ടി അവൾ പ്രായമാകാറായപ്പോൾ അവളെ വിവാഹം ചെയ്യുമ്പോൾ കേട്ടത് ആവശ്യമായ പുരോഹിതന്മാർക്ക് തോന്നുന്നുണ്ട്. അവളെ വിവാഹം ചെയ്ത് കൊടുക്കാൻ തക്കണം എന്നാണ് ആ വിവാഹം ചെയ്ത് കൊടുക്കാൻ തക്കവണ്ണമുള്ള തീരുമാനത്തിലായി. പ്രിയമുള്ളവരെ, ആ രണ്ടാം മകനും മകനും അവര് ചെയ്യുന്ന ഒരു പരിപാടി, വന്നിരിക്കുന്ന ആളുകളെല്ലാം ഓരോ വഴി മേശപ്പെട്ട് വെക്കുക. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ അതനുസരിച്ച് ചെയ്യാൻ വന്നു. പലരും വന്നു, ഓരോരുത്തരെയും വഴികളെടുത്ത് കൊടുത്തു. അവസാനം ഇടയ്ക്ക് നീതിമാനായ യോസേഫിന്റെ വഴിയെടുത്തപ്പോൾ അത് പുഷ്പിച്ച് എഴുതുകാരി കണ്ടു. അങ്ങനെ അവരുടെ തീരുമാനപ്രകാരം നീതിമാനായ യോസേഫിനോടുകൂടി വിവാഹം നിശ്ചയിക്കപ്പെട്ട് വീട്ടിലേക്ക് അയച്ചു. വിവാഹം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കൂടി വരാൻ പാടില്ല, അവർക്ക് മക്കളുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ കരവിന് വരുമെന്നാണ് അന്നത്തെ നിയമം. ഇപ്പോഴും ആ രാജ്യത്തൊക്കെ ആരും നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ദോഹയിൽ ആയിരുന്നു, ഭരണം ദോഹയ്ക്ക് പോയി വരുന്ന അവസരത്തിൽ ഒരു ദിവസം ദോഹയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൊണ്ട് അവർക്ക് മുത്തി ആൾപ്പാട് പ്രത്യേകതകളുള്ള അതിവേദനപ്പെട്ടിരിക്കുകയാണ്. അവന് അടുത്തോട്ടത്തിന്റെ വണ്ടിയുമായിട്ടുണ്ട്. അവൻ ആശുപത്രി കൊണ്ട് അവരെ ആക്കി തിരിച്ചു വന്നപ്പോഴാണ് ഒരു അമ്മയെ കണ്ടു. നീ ലൈസൻസ് കാണിക്കാൻ പറഞ്ഞു. എന്റെ ലൈസൻസിന്റെ ഇതുപോലെ എന്റെ ഭാര്യയ്ക്ക് പ്രസവത്തിനായതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകാൻ കൊണ്ടുപോയതാണ് പറഞ്ഞു. എന്നാ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോയി ജയിലിൽ അടച്ചു. പ്രിയമുള്ളവരെ, 3 കുട്ടികളെ കുട്ടിക്കാതിട്ട് കൂട്ടിയേക്കാൻ പോയി. ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ 3 കുമാരില്ല. അവന്റെ വ്യസനം എന്തുമാത്രമാണെന്നുള്ളത് മനസ്സിലാക്കണം. എങ്കിലും അവരുടെ രാജ്യത്തിന്റെ നിയമനത്തിനാണെങ്കിലും അവനെ കല്ലെറിഞ്ഞുകൊണ്ടു. ഞാൻ കല്ലെറിഞ്ഞെല്ലാം ഇപ്പോഴേ വെടിപ്പിച്ചാൽ കൊണ്ടിരുന്നു. ഞാൻ വന്നപ്പോൾ പറഞ്ഞ അച്ഛാ, ഇതുപോലൊരു സംഗതി ഇവിടെ ഉണ്ടായി. എന്താ കാരണം? ഇതാരൊരു സംഗതി. അവനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പലരുടെ തോക്ക് കൊണ്ടിട്ട് വെടിവെച്ചു. അവനെ കൊല്ലുകയാണ്. ഇതുപോലെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇവർ വിവാഹം നിശ്ചയിക്കപ്പെട്ടപ്പോൾ ഗർഭവതിയാകുമെന്ന് പറഞ്ഞത് സഹിക്കാൻ നോക്കുന്ന കാര്യമല്ല. ഞാനും അഭിമുഖനായ കുണ്ടോസിനും കൂടെ ഡെമസ്കോസിൽ ചെന്ന് പത്രീസുമായി കണ്ടേച്ച് സ്ഥലങ്ങളെല്ലാം കാണുവാനായിട്ട് ഞങ്ങളെല്ലാം നടന്നു പോയപ്പോൾ ഓരോരുത്തർ ഓടി വന്നത് നമ്മുടെ അച്ഛനുമാണെന്നുള്ള വിവരമാണെന്ന് പറഞ്ഞു. എന്റെ ഭാര്യ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഭാര്യ ഇവിടാണ്, എന്റെ വീട് ഹോംസിലാണ്, അതുകൊണ്ട് ഇവിടെ വന്ന അവിടുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചു. ഇവൻ അവിടെ പോകും, കാവ് പിടിക്കും, താങ്ങി പിടിക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഉടനെ വീട്ടിൽ പോവുകയും ചെയ്യും. ഞങ്ങൾ അവിടെ പോയി അവിടുത്തെ രീതിയതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വിവാഹം നിശ്ചയിക്കപ്പെട്ടവള ഗർഭിണിയാണെന്ന് കണ്ടാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് അന്നത്തെ നിയമം. നീതിമാനായ യോസേഫ് വളരെ പ്രയാസപ്പെട്ടു. അവൻ രാത്രി കിടന്ന് വേദനയോടെ ആൾക്കാർക്ക് എങ്ങനെയാണ് ചെയ്യും, ഇതിനെ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും, ഇതിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന കാണാൻ എന്നെ കൊണ്ട് പറ്റുകയാണ്. ആകപ്പാടെ വിഷമിക്കുവാൻ രാത്രി കിടന്നു പല കഴിഞ്ഞ് വിട്ടു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, സ്വപ്നത്തിൽ മാതാകാവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നീതിമാനായ യോസേഫ്, നീ മറിയാമിനെ കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല, പരിശുദ്ധാത്മാവ് മൂലമാണ് നമ്മൾ ഗർഭിണിയായിരിക്കാൻ പോകുന്നത്.
അത് വല്ലവർ പറഞ്ഞാൽ അത് വല്ലതും നടക്കുന്ന കാര്യമാണോ? ആരാണ് കേൾക്കുന്നത്? പരിശുദ്ധാത്മാവിനെ ഗർഭിണിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയുള്ളവരെ ഈ അമ്മയും കുട്ടിയും കൊണ്ട് മേഖലയിലെ കല്ലടാമിലെ അവിടെ വേറെ യാത്രപ്പെടുവാനായിട്ട് പോയി. എന്റെ വാചകമുള്ളവരെ അവിടെ പോകുന്ന വഴിക്ക് ഈ അമ്മയ്ക്ക് പ്രസവവേദന വന്ന് എന്താ ചെയ്യുന്നത്? ആളുകൾ കൂട്ടമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പ്രസവവേദന വന്ന് പ്രസവിക്കാനുള്ള സ്ഥലമില്ലാതിരിക്കുന്നത് എന്ത് ചെയ്യാനാ? ആ നീതിമാനായ കൊടുത്തിട്ട് കണ്ടു. അവിടെ കൊണ്ട് അമ്മയെ കൊണ്ട് അങ്ങനെ അവിടെ വെച്ചാണ് അമ്മ പ്രസവിക്കുന്നത്. അപ്പൊ ആ നീതിമാനായ യോസേഫിനോട് ഈ അമ്മ പറയാൻ അമ്മയുടെ കരച്ചിലാണ്. എല്ലാം അമ്മയെ കുറിച്ച് എല്ലാ ഉന്നതമായ സാഹചര്യത്തിരിക്കുന്ന ഈ അമ്മയ്ക്ക് പറ്റിയിരിക്കുന്നത് ഒന്ന് കിടക്കാൻ പോകുന്നൊരു പായല്ല, ഒരു കട്ടിലില്ല. ഈ ഗതിയിലാണല്ലോ ദൈവം തമ്പുരാൻ വന്നിരിക്കുന്നുള്ള ചിന്താഗതി അമ്മയിലുണ്ടായി. അത് കഴിഞ്ഞ ശേഷം ഈ മകനെ കൊല്ലുവാനായിട്ട് ആദ്യം ധാരാളം പേര് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആ രാജാവിന്റെ കത്തനുസരിച്ച് ഒരു വർഷത്തിലും എത്തിക്കുന്ന ആൺകുട്ടികളെല്ലാം കൊല്ലണമെന്ന് പറഞ്ഞു. ഈ നീതിമാനായ അമ്മയും ഈ കുഞ്ഞിനെയും കൊണ്ട് പല സ്ഥലത്തിന്റെ ആയുധം കൊണ്ടു വളർത്തലാണ്. ദൈവത്തിനനുസരിച്ചാണ് അവരോട് ഞാൻ തിരുകി കൊച്ചിൻ പറയാനുണ്ട്. ഈ ഏറ്റവുമായിട്ട് ഞാൻ ഒത്തിരി പറയുന്നതായിട്ട് എനിക്ക് എന്നെ സഹായിക്കാനായിട്ട് നമ്മുടെ സോമാചന്മാരുകൊണ്ട് എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നല്ല പ്രസംഗങ്ങൾ പ്രസംഗിക്കും. ഞാൻ വലിയ പ്രസംഗമൊന്നുമല്ല, പഴയ അച്ഛന്മാരുടെ അറിവുകളും ആയിരിക്കും. എന്റെ പ്രിയമുള്ളവരെ അനുഭവത്തിൽ മനസ്സിലാക്കുന്നത് ആ പരിശുദ്ധ അമ്മയുടെ ഈ നോമ്പില് നമ്മൾ ഓരോരുത്തർ ഇവിടെ വന്ന് മുട്ടിപ്പാൽ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കണം. ആ അമ്മയുടെ അമ്മകരെന്ന് അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ ഇവിടെ വന്ന് മുട്ടിമുട്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹാകരുണ നമ്മൾ ഉണ്ടാകുന്നുള്ളത് നിങ്ങളുടെ അനുഭവത്തിലായി. എനിക്കറിയാം ഇവിടെ വന്ന് എത്രയോ പേര് പ്രാർത്ഥിക്കും, അവർക്ക് ശ്രദ്ധ ഉണ്ടായതായ എനിക്കറിയാം. കാരണം ഞാൻ വലിപ്പം പറയണ്ട, അത് ഇവിടെ വന്ന് നിങ്ങളുടെ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ അമ്മയ്ക്ക് അറിയാൻ കഴിയണം. അമ്മയ്ക്ക് ബുദ്ധിമുട്ടറിയാം, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അറിയുന്നവളാണോ? അങ്ങനെ കല്യാണത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് വീഞ്ഞില്ലാതെ എടുപ്പം പറഞ്ഞു. എന്റെ മകനെ അവർക്ക് വീഞ്ഞില്ലാതെ പറഞ്ഞപ്പോഴും അമ്മ നമ്മൾ കല്യാണത്തിൽ വന്നിട്ടുള്ളത് നമ്മൾ ഇതിനെ കുറിച്ച് അറിയണ്ട. എങ്കിലും ആ അമ്മ മകനെ കുറിച്ച് വിനോദം പറഞ്ഞു. എന്റെ മകനെ ആശ്രയിക്കുന്നവർ പറയുമ്പോൾ നിങ്ങൾ ചെയ്യാൻ വെള്ളം പെയ്യാൻ കൊടുക്കാനും പറഞ്ഞില്ല. അവർ പറഞ്ഞു വെള്ളം കോരി പാത്രം നിറയ്ക്കാൻ പറഞ്ഞവർ വെള്ളം കോരി പാത്രം നിറച്ചു. പിന്നുവഴിക്ക് ഓരി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ ഓരി കൊടുത്തു. നല്ല വീഞ്ഞായിരുന്നു. അത് മനസ്സിലാക്കണം. കാരണം ഈ കാര്യങ്ങളെല്ലാം നടക്കുവാൻ തക്കവണ്ണം ഈ അമ്മയുടെ ആഗ്രഹവും ആ മകനോടുള്ള സമീപവുമെല്ലാം ഈ മകനെ ദേവാലയത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞ ശേഷം നമ്മുടെ എല്ലാവരും ആഘോഷിക്കുകയും താലോലിക്കുകയും ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവർ വീട്ടിലേക്ക് മടങ്ങി പോകുന്നു. എല്ലാവരുടെയും കൂടെ കാണും കുഞ്ഞെന്ന് വിചാരിച്ച് 2 ദിവസത്തെ വഴി നടന്നു കഴിഞ്ഞപ്പോഴാണ് കൊച്ചിനെ കണ്ടില്ല. എന്താ ചെയ്യുന്നത്? 2 പേരോട് തിരികെ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകന് ഈ ഞങ്ങളെ ഈ വെല്ലുവിളിച്ചെന്നുള്ള അമ്മയുടെ ആ തലത്തില് ആ മകനെ എന്ന് വിളിക്കാനുള്ള അധികാരം ആ അമ്മയ്ക്കുണ്ടായി. ആകെ ഈ യജമാനന്റെയും പെരുമാറും എനിക്കധികം സന്തോഷമുണ്ട്. എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പോലെ അതെല്ലാം ഭംഗിയായി നടക്കുന്നു. കിഴക്കേ ഭാഗത്ത് ഏറ്റവും ഭംഗിയായി വന്നു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്യുന്നത്. തെക്കേ ഭാഗത്ത് പള്ളിയിൽ വന്നു കഴിഞ്ഞ് എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഓരോരുത്തർ ഏകാന്ന് പറഞ്ഞപ്പോഴും വീട് മടുപ്പ് അല്ലെങ്കിൽ എല്ലാം വീട്ടിൽ പോകാനും ഏതായാലും ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏക്കണം. അതുകൊണ്ട് എല്ലാവരും കൂടി ഇരിക്കണം. ഓരോ സെക്രട്ടറി മനുഷ്യപ്രീതി
സഹതാപം തോന്നണമേ. നിന്റെ മരണ ഇവരെ രക്ഷിക്കണമേ. നിന്റെ നിവാസത്തിൽ എത്തിക്കണമേ. നിന്റെ വിശുദ്ധന്മാർക്ക് ലോകരീമനെ ഉൾപ്പെടുത്തണമേ. നിന്റെ പ്രകാശമാണ് പറയുന്നവരെ ക്രമീകരിക്കണമേ. പുനരുദ്ധാനത്തിലും നിന്റെ വലതു ഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിരക്കും ഈ നിന്റെ ദാസനെ അർഹരാക്കണമേ. ഇവരുടെ കടങ്ങളുടെ പുനരുദ്ധാനത്തിനെ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണമേ. മഹനീയമായ നിന്റെ മുഖതേജസ്സാൽ ഇവരെ നീ ആനന്ദിക്കണമേ. നിന്റെ വലത്തു ഭാഗത്തുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മാത്രത്തിന് ഇവർ ശോഭിക്കണമേ. പൂർണ്ണമായ ജീവിതത്തിൽ നമശേഷിക്കുന്ന പാപികളും നിന്റെ ദാസനാവും ഞങ്ങളെ കരുണാപൂർവമായ നീതിയാനത്തിനും നിന്റെ ഭവനക്കാർക്കും വാർത്തത്തിനുള്ളവർക്കും ഉചിതവും നിനക്ക് ഭീതികരമായ ദൈവസ്ഥാനത്തിൽ അർഹരാക്കണമേ. ഞങ്ങൾ ഒരുവനെ പോലും നിന്റെ രാജ്യത്തിൽ നിന്ന് ധരിക്കപ്പെട്ടവരുമായി യാഗത്തിൽക്കരുതേ. പിഴമുഴുവൻ വന്ന് ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും തിരികെ വന്നിലേക്ക് യോഗ്യമായ കൊള്ളണമേ. രക്ഷയും വീണ്ടും യോഗ്യമാകുന്നു ശേഖരിക്കപ്പെടുകയും സൂര്യനും ചന്ദ്രനും വീണ്ടുപോവുകയും നക്ഷത്രങ്ങൾ പ്രകാശനം മാറ്റുകയും ചുരുക്കാതെ മാനവന്മാർ പായത്തോടെ നിൽക്കുകയും ഭയങ്കരങ്ങളായ പുസ്തകപ്പെട്ട് സകലരുടെ പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുകയും അപ്പോൾ ജ്ഞാനികൾ മൗനമായി സമർത്ഥന്മാരെ സ്വേച്ഛിക്കുകയും നീതിമാന്മാർ മണവളിൽ സന്തോഷിക്കുകയും ദുഷ്കർമ്മികളൊക്കെ പുണ്യവാന്മാർ പ്രകാശത്തിൽ ആനന്ദിക്കുകയും ദുഷ്ടന്മാർ പുറത്തെ അന്ധകാരത്തേക്ക് അയക്കപ്പെടുകയും വിശുദ്ധന്മാർ സന്തോഷിക്കുകയും ശ്രേഷ്ഠന്മാർ ആഹ്ലാദിക്കുകയും പാപികളായ വലിയ കുഴിയിലേക്ക് വിധിക്കപ്പെടുകയും ശ്രേഷ്ഠപ്പെടുകയും ഇടത്ത് ഭാഗം ദണ്ഡനത്തിലേക്ക് തള്ളപ്പെടുകയും ഇരുഭാഗങ്ങളും ആളുകളായിരിക്കുന്നത് വാദിക്കുകയും അവയ്ക്ക് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന ആ സമയത്ത് എന്റെ കർത്താവ് നിന്റെ സ്വരൂപത്തിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസനോട് നിനക്ക് അനുകമ്പവും വേണമേ. പരിശുദ്ധമായ കൈകളെ കർത്താവേ നിനക്ക് അനുഭവവും വേണമേ. മരണം നശിപ്പിക്കുകയും മുഴുവനും കൂടായി മനുഷ്യരെ കുറിച്ചും ഓട്ടങ്ങളെ കുറിച്ചും അനുഭവവും വേണമേ. ഉള്ളിൽ സുന്ദരങ്ങളായ ശരീരങ്ങളെ കുറിച്ച് കർത്താവേ കഴിവുണ്ടാകണമേ. കബറുകളുള്ളിൽ നിന്നവരോടെഴുന്നേറ്റു ഉയരേക്കും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാറയ്ക്കുമോ. എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുവോ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ
എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തേട്ട് മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുളിന് മഹത്വം റഹീമിലിനു അതാറേ. ദൈവം നമ്പുരാനെ
എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു നീരോടെ.
ഞാൻ ചക്ര ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ കുഞ്ഞിൽ കണ്ണു തുറന്നു. പക്ഷെ സംസാരിക്കുന്നില്ല.